അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ശത്രുക്കൾ എനിക്കെതിരായി വമ്പ് പറയാതിരിക്കട്ടെ. അങ്ങേ ശരണപ്പെടുന്നവരാരും ലജ്ജിക്കുകയില്ല. അധർമ്മികൾ അവരുടെ വ്യർത്ഥതയിൽ ലജ്ജിക്കും. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എന്നെ അറിയിക്കണമേ. അങ്ങയുടെ ഊടുവഴികൾ എന്നെ കാണിക്കണമേ. സത്യത്തിലൂടെ നടത്തി എന്നെ പരിശീലിപ്പിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ ദൈവം രക്ഷകനും. എല്ലാ ദിവസവും അങ്ങേക്കായി ഞാൻ കാത്തിരിക്കും. കർത്താവേ, ആദ്യം മുതൽ ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ കൃപയും കാരുണ്യവും അനുസ്മരിക്കണമേ. എന്റെ ചെറുപ്പകാലത്തെ തെറ്റുകൾ അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ കാരുണ്യാധികത്താൽ എന്നെ ഓർക്കണമേ. ദൈവമേ, അങ്ങ് കൃപാനിധിയാണല്ലോ. കർത്താവ് നല്ലവരും നീതിമാനുമാകുന്നു. പാപികളെ നേർവഴിയിൽ നയിക്കുന്നു. വിനീതരെ നിയമത്തിന്റെ വഴിയിൽ നടത്തുന്നു. ദരിദ്രരെ തന്റെ മാർഗം പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും നിയമവും തേടുന്നവർക്ക് അവിടുത്തെ വഴികളെല്ലാം കൃപയും സത്യവുമാകുന്നു. കർത്താവേ, എന്റെ ദുഷ്ടതയുടെ ആധിക്യത്തിൽ നിന്ന് തിരുനാമത്തെ പ്രതി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തെ ഭയപ്പെടുന്നവനാരാണ്? താൻ തിരഞ്ഞെടുത്ത മാർഗം കർത്താവ് അവനെ പഠിപ്പിക്കും. അവന്റെ ആത്മാവ് കൃപയിൽ വസിക്കും. അവന്റെ സന്തതി ഭൂമി അവകാശമാക്കും. കർത്താവിന്റെ ചിന്ത തന്റെ ഭക്തരെ കുറിച്ചാകുന്നു. തന്റെ ഉടമ്പടി അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തുന്നു. എന്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്കാണ്. അവിടുന്ന് എന്റെ പാദങ്ങൾ കെണിയിൽ നിന്ന് മോചിക്കും.
കർത്താവേ, എന്നിലേക്ക് തിരിയണമേ, എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ ഏകാകിയും നിസ്സഹായനുമാകുന്നു. എന്റെ ഹൃദയവിധകൾ ഏറെയാകുന്നു. ക്ലേശങ്ങളിൽ നിന്ന് എന്നെ മോചിക്കണമേ. എന്റെ അധ്വാനവും അടിമത്തവും പരിഗണിക്കണമേ. എന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമേ. എന്റെ വൈരികൾ വർദ്ധിച്ചിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എന്റെ ആത്മാവിനെ കാക്കണമേ, എനിക്ക് മോചനമേകണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങേ ഞാൻ നോക്കി പാർത്തതിനാൽ പരമാർത്ഥ ഹൃദയരും നിഷ്കപടരും എന്നോട് ചേർന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ എല്ലാ മർദ്ദകരിൽ നിന്നും രക്ഷിച്ചു. കർത്താവേ, എനിക്ക് ന്യായം നടത്തി തരണമേ. ഹൃദയ പരമാർത്ഥതയിൽ ഞാൻ വ്യാപരിക്കുന്നു. അങ്ങിൽ ആശ്രയിക്കുന്നതിനാൽ ഞാൻ ചഞ്ചലപ്പെടുകയില്ല. അങ്ങ് എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ ശരീരവും ഹൃദയവും പരിശോധിക്കണമേ. അങ്ങയുടെ കാരുണ്യം എന്റെ കൺമുമ്പിലുണ്ടല്ലോ. ഞാൻ വിശ്വസ്തതാപൂർവം വ്യാപരിക്കുന്നു. ദുഷ്ടരോടൊപ്പം ഞാൻ ഇരുന്നില്ല, ദുഷ്കർമ്മികളുടെ സംസർഗം തേടിയില്ല. അധർമ്മികളുടെ സംഘത്തെ ഞാൻ വെറുക്കുന്നു. ഭോഷരോടൊപ്പം ഞാൻ വ്യാപരിച്ചില്ല. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുന്നതിന് അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുന്നതിനുമായി തന്നെ. കർത്താവേ, അങ്ങയുടെ ആലയത്തിലെ ശുശ്രൂഷയും അങ്ങയുടെ മഹത്വം കുടികൊള്ളുന്ന സ്ഥലവും ഞാൻ ഇഷ്ടപ്പെടുന്നു. പാപികളോടുകൂടെ എന്നെ നശിപ്പിക്കരുതേ. രക്തദാഹികളോടുകൂടെ എന്റെ ജീവൻ അടയ്ക്കരുതേ. അവരുടെ കൈകളിൽ വഞ്ചനയാണ്, വലം കൈ നിറയെ കൈക്കൂലിയും. ഞാനോ ഹൃദയ പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നേർവഴിയിൽ ഞാൻ കാലുറപ്പിച്ചിരിക്കുന്നു. സഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരുടെ മുമ്പിൽ ഞാൻ പരിഭ്രമിക്കണം? ദുഷ്ടരും എതിരാളികളും വിരോധികളും എന്നെ വിഴുങ്ങാൻ സമീപിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു. എനിക്കെതിരെ സൈന്യവ്യൂഹം പാളയമടിച്ചാലും യുദ്ധമുണ്ടായാലും ഞാൻ ഭയപ്പെടുകയില്ല. പ്രത്യാശയുള്ളവനായിരിക്കും. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുതന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കണം. അവിടുത്തെ ആലയം സന്ദർശിക്കണം. ആകുലവേളയിൽ അവിടുന്ന് തന്റെ അരികിൽ എനിക്ക് അഭയമരുളും. തന്റെ കൂടാരത്തിന്റെ നിഴലിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തി നിർത്തും. എന്റെ വലയം ചെയ്തിരിക്കുന്ന വൈരികൾക്കുപരി ഇനിമേൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ സ്തുതിയുടെ ബലികൾ അർപ്പിക്കും. അവിടുത്തെ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവേ, ഞാൻ അങ്ങേ വിളിക്കുമ്പോൾ എന്റെ സ്വരം ശ്രവിച്ച് എന്നിൽ കനിയണമേ. എനിക്ക് ഉത്തരം അരുളണമേ. കർത്താവേ, എന്റെ ഹൃദയം അങ്ങയോട് സംസാരിക്കുന്നു. ഞാൻ അങ്ങയുടെ തിരുമുഖം തേടുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് തിരിക്കരുതേ. എന്റെ സഹായകനായ കർത്താവേ, അങ്ങയുടെ ദാസനായ എന്നെ കോപത്തോടെ ശിക്ഷിക്കരുതേ. എന്റെ ദൈവമേ, എന്റെ രക്ഷക, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. എന്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചു. കർത്താവാകട്ടെ എന്നെ സ്വീകരിച്ചു. കർത്താവേ, അങ്ങയുടെ മാർഗം എന്നെ പഠിപ്പിക്കണമേ. നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. എന്റെ വൈരികൾക്ക് എന്നെ ഏൽപ്പിക്കരുതേ. എനിക്കെതിരായി കള്ളസാക്ഷികൾ അണിനിരക്കുന്നു. അവർ തിന്മ സംസാരിക്കുന്നു. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ നന്മ ദർശിക്കാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കർത്താവിൽ ശരണപ്പെടുവേൻ. നിങ്ങളുടെ ഹൃദയം ശക്തി യാചിക്കട്ടെ. കർത്താവിൽ ആശ്രയിക്കുവേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അങ്ങയുടെ സമ്പത്തിനാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. സർവചരാചര സൃഷ്ടാവേ, നിന്റെ മഹത്വം വർണ്ണിക്കാൻ അധരമശക്തം മാനസമോ ദുർബലമാണതറിഞ്ഞിടാൻ. മണ്ണും വിണ്ണും പരിമതിയും പകലോനും നിൻ കരവിരുതാ. എല്ലാറ്റിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. സൃഷ്ടിഗണത്തെ വണങ്ങുന്നോർ സത്യം സത്വരമറിയട്ടെ. സൃഷ്ടാവാകും നാഥാനിൻ ശക്തിവിശേഷം കാണട്ടെ. അധികാരത്തിൽ ശക്തിയിലും ഉന്നതനങ്ങെന്നറിയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നാഥാ നിൻ കരവിരുതാലും കൃപയാലും ധരയൊരുവായി. ഭൂവും സർവചരാചരവും പരിപാലിപ്പോൾ നീ മാത്രം. ആരാധകരാം ഞങ്ങളെ നീ സംരക്ഷിക്കണമലിവോടെ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ. സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, എത്ര നാൾ അങ്ങ് എന്നെ
വിസ്മരിക്കും? എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എത്ര നാൾ അങ്ങ് എന്നെ വിസ്മരിക്കും? എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും? എത്ര നാൾ അങ്ങ് എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ ഞെരുക്കവും തരും? എത്ര നാൾ ശത്രു എനിക്കെതിരെ ഉയർന്നു നിൽക്കും? ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ മിഴികളെ പ്രകാശിപ്പിക്കണമേ. ഞാനവരെ തോൽപ്പിച്ചുവെന്ന് എന്റെ ശത്രു പറയാതിരിക്കട്ടെ. ഞാൻ പരിഭ്രാന്തനാകുന്നത് കണ്ട് എന്റെ മർദ്ദകർ സന്തോഷിക്കാതിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു അങ്ങയുടെ രക്ഷയിൽ എന്റെ ഹൃദയം ആനന്ദിക്കും. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനേ, നിൻ ദാസരണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ നീ. ദുഷ്ടനൊരുക്കും പാപക്കെണികൾ നീക്കാൻ തുണ നീ നൽകിയിടണമേ. ദുർബലരാകും ഞങ്ങൾക്കെന്നും ദൈവിക മാമ്പലമേകിയിടണമേ. അഗതിക്കഭയം കർത്താവേ, നീ പ്രത്യാശയ്ക്കും ഉറവിടമല്ലോ. അനവരതം സ്തുതി പാടി നമിക്കാൻ കനിവിന്നാഥാ കൃപയേകണമേ. ദാസരണയ്ക്കും സജ്ജീതികളിൽ നിന്നുടെ പ്രീതി ചൊരിഞ്ഞിടണമേ. നിന്നുടെ ആഗമസുദിനത്തിൽ നീ വരവേൽപ്പിനായി യോഗ്യതയേകൂ. താതനും അതുപോൽ സുതനും പാവനറൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവേൻ. സ്വതേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല. ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത്. എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്. എന്നാൽ അപരന് വീഴ്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയായി തീരുന്നു. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞ് കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ഇക്കാര്യത്തിലുള്ള നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരിരക്ഷിക്കുക. താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ്. സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. എന്തെന്നാൽ വിശ്വാസം അനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും പാപമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ